ED ഇതിനകത്തേക്ക് കടന്നു വരാതെ ഇതൊരു ജസ്റ്റ് കോർപ്പറേറ്റ് രംഗത്തെ അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അബറേഷനായി മാത്രം അത് നിലനിൽക്കുകയാണെങ്കിൽ ഇതിനകത്തൊരിക്കലും രാഷ്ട്രീയ രംഗത്തെ ഒരു വലിയ അഴിമതിയുടെ കഥ ഒരിക്കലും പുറത്തു വരില്ല. അപ്പൊ SFIO അന്വേഷണം തടയാൻ അവർ ശ്രമിക്കുന്നു. അതിന് കോടതി വഴി അത് തടയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതികൾ ഈ ഒരു വിഷയത്തിൽ വളരെ ന്യായയുക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഇടപെടാവുന്ന വിഷയത്തിൽ കേരളത്തിലും കർണാടകയിലും നടന്നിട്ടുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഈ രണ്ട് സംസ്ഥാനത്തിനും ഉള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് റിട്ട് ഫയൽ ചെയ്തിട്ട് SFIOയുടെ അന്വേഷണത്തിന് തടയിടാമെന്ന് വിചാരിക്കുന്നത് അത് അതിമോഹമാണ്. അത് നടക്കില്ല. പക്ഷേ കാത്തിരുന്ന് കാണാം. ഒരു കോടതി നടപടിയെ കുറിച്ച് അങ്ങനെ പറയുന്നതിനകത്ത് അനൗചിത്യം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. SFIO അന്വേഷണം ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചില്ല, 447 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ EDക്ക് വരാൻ കഴിയില്ല. ED വന്നില്ല എന്നുണ്ടെങ്കിൽ കേരളം കണ്ട ഒരു വലിയ അഴിമതി, കേരളം മനസ്സിലാക്കിയ ഒരു അഴിമതി നിയമത്തിന് കാണാൻ കഴിയാത്ത